45 മില്യൺ കടബാധ്യത ഉള്ളത് കാരണം കാനഡയിലെ പല കോളേജുകളും പൂട്ടാൻ ഒരുങ്ങുകയാണ്. Programs at colleges in several provinces have been reduced or completely axed, leaving both domestic and international students wondering what options might remain for their post-secondary paths. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. $1950 തൊട്ട് 2016 വരെ കാനഡയിലെ പല കോളേജുകളും നഷ്ടത്തിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ആ നഷ്ടം നികത്താൻ വേണ്ടി ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു അവരുടെ സ്റ്റാഫിൻ്റെ സാലറിയും കോളേജിൻ്റെ എക്സ്പെൻസും എല്ലാം പോയിക്കൊണ്ടിരുന്നത്. 2016 വരെ ഏകദേശം ഒരു 50-60 വർഷത്തോളം അങ്ങനെ തന്നെയായിരുന്നു കാനഡയിലെ മിക്ക കോളേജും പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമുക്കെല്ലാം അറിയാം 2016 ശേഷം ഗവൺമെൻറ് പോളിസികളൊക്കെ ചേഞ്ച് ചെയ്യുകയും അതുമൂലം മൈഗ്രേഷൻ വളരെയധികം കൂടുകയും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഒത്തിരി സ്റ്റുഡൻറ്റ് വിസയിൽ ആൾക്കാർ ഈ 2016 ശേഷം ഗ്രാജുവലി കാനഡയിലേക്ക് വരാൻ തുടങ്ങി. പക്ഷേ നമുക്കെല്ലാം അറിയാം 2020 ശേഷം സ്റ്റുഡൻസിൻ്റെ വലിയൊരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു കാനഡയിലേക്ക് ഉണ്ടായത്. അങ്ങനെ 2020 തൊട്ട് 2023 വരെയുള്ള സ്റ്റുഡൻസ് ഇത്രയും പേര് വരുന്ന കണ്ടിട്ട് കാനഡയിലെ മിക്ക കോളേജുകളിലും അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും കൂടുതൽ സ്റ്റാഫിനെ കൂട്ടുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അങ്ങനെ 2024 ഗവൺമെൻറ് പോളിസി വീണ്ടും ചേഞ്ച് ചെയ്യുകയും അതിനുശേഷം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ക്യാപ്പ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് കാനഡയിലുള്ള മിക്ക കോളേജിനൊക്കെ ഒരു വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ചെയ്തത്. 2016 വരെ കാനഡയിലെ മിക്ക കോളേജുകളിലും വളരെ കുറച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുമൂലം തന്നെ ആ കോളേജുകളൊന്നും കാര്യമായിട്ടുള്ളൊരു ഇൻകം ഒന്നും അവർ ജനറേറ്റ് ചെയ്തിട്ടില്ല. അത് കാരണം ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2016 ശേഷം ഇത്രയധികം സ്റ്റുഡൻസ് ഇവിടെ വരാൻ തുടങ്ങിയത് കണ്ടിട്ട് മാത്രമല്ല കോളേജുകൾ മിക്കതും ഒരു പ്രോഫിറ്റബിൾ സ്റ്റേജിലേക്ക് എത്താൻ തുടങ്ങിയത് മൂലം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളെല്ലാം കുറയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് 2020 ശേഷം സ്റ്റുഡൻസിൻ്റെ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലക്സ് വരികയും അത് കാരണം ആ കോളേജുകളിൽ അവർ പല രീതിയിലുള്ള ബിൽഡിംഗ് പുതുക്കി പണിയുകയും എക്സ്റ്റൻഷൻ ചെയ്യുകയും മാത്രമല്ല പുതിയതായിട്ടുള്ള പല കോഴ്സുകൾ അവർ ആഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത് കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് റവന്യൂ അവർ ജനറേറ്റ് ചെയ്തു. അങ്ങനെ 2024 ആയപ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ക്യാപ്പ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് മൂലം കോളേജുകൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് അവരോട് സ്റ്റക്കായി പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ കോളേജുകൾ അവരെല്ലാം വിശ്വസിക്കുന്നത് പണ്ടുണ്ടായിരുന്ന ഒരു കുത്തൊഴുക്ക് ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. അത് കാരണം 2025-2026 കോളേജിൻ്റെ ബഡ്ജറ്റുകൾ പ്രകാരം $45 മില്യൺ ഒരു ഡെഫിസിറ്റ് ഉണ്ടാവും എന്നാണ് അവർ പ്രവചിക്കുന്നത്. For students and staff at McGill University, last week yielded a warning about the future of their school. Its leadership announcing McGill is facing a deficit of $45 million for the next fiscal year, with concerns that deficit could climb in the years to come. Our university, as we know, is facing serious financial pressures that originate from many different sources. ഈ നഷ്ടം നികത്താൻ വേണ്ടി കോളേജിന്റെ മുന്നിൽ ആകെ ഉള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് 500 കോളേജിലെ സ്റ്റാഫിനെ ലേ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഉള്ള സ്റ്റാഫിന്റെ ഒക്കെ സാലറി കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധി കുറച്ചെങ്കിലും അവർക്ക് മറികടക്കാൻ പറ്റത്തുള്ളൂ. Staffing costs account for about 80% of our operating expenses. McGill specifically noting up to 500 of its staff could face layoffs. Ken Coates with the University of Saskatchewan says while colleges can change on the fly, universities could have their hands tied. മാത്രമല്ല ഈ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ നഷ്ടമൊക്കെ മറികടക്കാൻ വേണ്ടി ഒരു സഹായം ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാവും എന്നവർ പ്രതീക്ഷിക്കുന്നേയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാനഡയിലെ മിക്ക കോളേജുകളും ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടാവും. Despite the prestige, Canada's top universities are not immune to the federal government's decision to cap international student visas at 360,000 last year. Higher Educational Strategy Associates, or HESA, releases an annual report on the state of Canadian post-secondary institutions. The immediate reduction of one of the largest sources of revenue has sent universities and colleges scrambling for solutions, but it's not the only factor in their bottom lines. According to HESA's annual State of Post-Secondary Education in Canada, 2016 was the first time in more than 60 years that non-governmental income was larger than funding from legislatures and the House of Commons. By the 2022-23 fiscal year, about 46% of income came from provincial and federal governments. And with government funding lagging and a limit on international student funding via higher tuition costs, institutions are looking closer at their books. കാനഡയിൽ ഇനി ഒരു പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് PR കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഇപ്പോൾ കാനഡ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നൊരു ശുഭപ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.